ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഗോവയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഗോവയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അങ്ങനെ ഗോവയിൽ വന്ന് നമ്മൾ അവിടുന്ന് പനാജി ബസ് സ്റ്റാൻഡിലേക്ക്, പനാജി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഗോവയിൽ നിന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. ഗോവയിലുള്ള ഒരു ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണ്. പനാജി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. പനാജി ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കുമായി ക്യാപ്ചർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പനാജിയിൽ നിന്ന് നേരെ ഗോവയിലേക്ക് പോവുകയാണ് കേട്ടോ. ഗോവ ഇവിടെ കുറച്ച് നല്ല കാണാൻ പറ്റിയ ഹിഡൻ സ്പോട്ടുകളുണ്ട്, നല്ല ബീച്ചുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പനാജി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് കേട്ടോ. അതൊക്കെ ഒരു ഇതിൽ തന്നെയാണ്, പക്ഷേ ഇവിടെ നിന്നാണ് അവിടേക്കുള്ള ബസ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരുപാട് ചെറിയ ഷോപ്പുകളും അതുപോലെ ചെറിയ ഇളനീർ ജ്യൂസുകളൊക്കെ ഉള്ള ഒരു ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ചായ മറ്റു പലഹാരങ്ങളൊക്കെ കൊടുക്കണ, അതുപോലെ പാനിപൂരിയുടെ ഒരു ഹിഡൻ സ്പോട്ടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഉന്തുവണ്ടിയിലല്ലേ കണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെതായ ഒരു ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ. പാനിപൂരിൻ്റെ സെപ്പറേറ്റ് അല്ലാത്തതും ഉണ്ടാകും. അപ്പോൾ ഇത് ആ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വേറെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ലൈസ് മറ്റ് ഐറ്റംസുകളുള്ള ചായ ഒക്കെ ഉള്ള ഒരു സ്പോട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു മഴ പെയ്യാൻ വേണ്ടിയിട്ട് മഴക്കാറ് മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലാണുള്ളത്, പനാജി. അപ്പോൾ ഇവിടെ ഫലൂദ, അതുപോലെ ഫലൂദൊക്കെ 20 റുപ്യൊക്കെ ഉണ്ട് കേട്ടോ. കോൾഡ് കോഫിയൊക്കെ ഉണ്ട് 20 റുപ്യൊക്കെ. അതിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പാണ്. ഗെറ്റ് യുവർ ചാർജർ നൗ എന്ന് എഴുതിയിട്ടൊരു ഷോപ്പ് കേട്ടോ. വല്ലാത്തൊരു അർത്ഥവത്തായ ഒരു വേർഡ്സാണ് കേട്ടോ. ഗെറ്റ് യുവർ ചാർജർ നൗ എന്ന്. സമ്മർ കോൾഡ് ഡ്രിങ്ക്സിൻ്റെ ഒരു ചെറിയ ഷോപ്പാണ് അത്. ആ ഒരു വേർഡ്സ് തന്നെ ഒരു നമുക്ക് എന്താ പറയുക, മനസ്സിക്ക് ഒരു ആ കോഡ്സ് തന്നെ നമുക്ക് ഒരു ഉപകാരമുള്ള ഒരു കോഡ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പനാജി ബസ് സ്റ്റാൻഡിലാണുള്ളത്. ബാഗ ബീച്ചിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അവിടുത്തെ ഒരു നല്ല മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. ബാഗ ബീച്ച് റൂട്ടിലൂടെ പോകുമ്പോൾ ഒരു അടിപൊളി കാഴ്ച കേട്ടോ. ബസ്സിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ റൈറ്റ് സൈഡിലാണ്, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഫോണിട്ട് കാണിച്ചു തന്നിരുന്നു കേട്ടോ. വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ആ ഒരു കാഴ്ചയാണ് ഞാൻ ഗോവ ബാഗ ബീച്ച് റൂട്ടിൽ നിന്ന് ഞങ്ങളുമായി ക്യാപ്ചർ ചെയ്യണത്. നമ്മളിത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടിയാണ് ഇങ്ങനെ പോണത് കേട്ടോ. ഗോവയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നല്ലൊരു അടിപൊളി കാഴ്ച. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് കേട്ടോ. മാപ്പുസ റോഡ്, അതിലാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഗോവയിൽ നിന്ന് കല്ലങ്കോട് എന്ന് പറഞ്ഞ ബീച്ച്, അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കല്ലങ്കോട് ബീച്ച് ഒരു പ്രധാന ബീച്ചാണിത്. കല്ലങ്കോട് ബീച്ച് അവിടേക്കാണ് വന്നിട്ടുള്ളത്. കണ്ടമാനം ടൂറിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. കല്ലങ്കോട് ബീച്ചിൻ്റെ ഒരു മനോഹര കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ടോണിക് വൈനുകളെ കടകളാണ് കേട്ടോ. ഇവിടെ കണ്ടമാനുണ്ട്. അതൊക്കെ ഇവിടെ അലൗഡാണ്. നല്ല ഉഷാറ് കാഴ്ച. ആകാശത്തിൻ്റെ ആ ഒരു എന്താ വേറെ ലെവൽ കേട്ടോ. പറഞ്ഞറിയിക്കാൻ കഴിയൂല. അപ്പോൾ നമ്മൾ കല്ലങ്കോട് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. തിരമാലകൾ പറന്നടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഓ എന്താന്നറിയാം. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ മക്കളെ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ.
വാഗ ബീച്ചിക്കാണ് പോകുന്നോട്. കല്ലങ്കോട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ. വലിയ ചൂടുമില്ല, ചെറിയ മഴയൊക്കെയാണ്. അപ്പോൾ പ്രേക്ഷകരെ, കല്ലങ്കോട്ട് ബീച്ചിലാണ് ഇപ്പോൾ നമ്മൾ ഗോവയിലുള്ളത് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. കണ്ടമാനം ജനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഗോവയിൽ നിന്ന് ഞങ്ങളുമായി ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മളെ കോഴിക്കോട് ബീച്ചിലേറെ ജനക്കൂട്ടുണ്ട് കേട്ടോ. കാരണം കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ കളിച്ചാൻ എന്തായാലും പറ്റൂല. ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ആളുകൾ മുഴുവനും, ഫാമിലി മുഴുവനും ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഇറങ്ങാൻ പറ്റുന്നതുകൊണ്ട് ആളുകൾ കൂടും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഭംഗി കാണാണ്ട് കേട്ടോ. നല്ലൊരു മനോഹരമായ കാഴ്ച. അപ്പോൾ ഇത് ഗോവ ബീച്ചിൽ നിന്നാണ് ഞങ്ങളുമായി ക്യാപ്ചർ ചെയ്യണത് കേട്ടോ. എന്താണെന്നറിയാം, ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ആകാശത്തിൻ്റെ കളറും അതുപോലെ ആ ഒരു തിരമാലയും ഒക്കെ കാണുമ്പോൾ നല്ലൊരു വൈബ് കാഴ്ച കേട്ടോ. ഇവിടെ ആ കുട്ടീനെ പോലെ ഫാമിലിയാണ് കേട്ടോ. ആ മണലിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതിനെ പോലെ കളിക്കാണ് കേട്ടോ. അതുപോലെ സന്തോഷം കുട്ടികളെ ഫാമിലി ആയിട്ട് ആ ഒരു കാഴ്ചയാണ് നമ്മൾ വാഗ ബീച്ചിൽ നിന്ന് കാണുന്നത്. ആ ചെറിയ കുട്ടീനെ ശരീരം മുഴുവനും മണൽ മുകളിലാക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മണൽ കളി കളിക്കുകയാണ് കേട്ടോ. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രേക്ഷകരെ, നമ്മളുടെ കോഴിക്കോടിനെ അപേക്ഷിച്ചിട്ട് ഒരു വ്യത്യസ്തമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഗാർഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ഫാമിലി കുളിച്ചാണെങ്കിലും ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗാർഡ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും അപകടത്തിൽ പെട്ടാൽ നല്ല നിലയിൽ അവർ എന്താണ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ അപ്പുറത്തൊക്കെ ഗാർഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ കണ്ണിന് എത്തുന്ന കോലത്തിലുള്ള എന്താണ് കുറച്ച് അപ്പുറത്ത് വേറെ ഉണ്ട്, കുറച്ച് ഇപ്പുറത്ത് അത് അവിടെ വേറെ ഗാർഡുണ്ട്. അപ്പോൾ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. എന്തെങ്കിലും എന്താ ബുദ്ധിമുട്ട് അപകടങ്ങൾ വരികയാണെങ്കിൽ അവർ പെട്ടെന്ന് എന്താണ് അതിൽ നിന്ന് ആ അപകടങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഗാർഡ് ഉണ്ട് കേട്ടോ ഇവിടെ. എന്നതുപോലെയൊക്കെ കാലിക്കറ്റ് അങ്ങനത്തെ ഒരു സംവിധാനമല്ല. പൊതുവെ ആളുകൾ എന്താണ് ഇത്രത്തോളം ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകണം എന്നാണ് എൻ്റെ പ്രതീക്ഷ, ആഗ്രഹം. കാരണം ഒരു കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ വന്നിരിക്കാൻ മാത്രമല്ല, ഫാമിലി ആയിട്ട് ഒന്ന് കളിക്കാനും കുളിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഗോവ വേറൊരു ലെവലാണ്, കോഴിക്കോട് വേറൊരു ലെവലാണ് കേട്ടോ. അതുപോലെ സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി കാഴ്ച.